ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ ശ്രേയക്കുട്ടൻ സൈക്കിളൊക്കെ കഴുകുവാണ് കേട്ടോ. രാവിലെ ഇച്ചിരി നേരം കളിക്കുവാണ്. ശ്രേയക്കുട്ടൻ്റെ സൈക്കിളൊക്കെ വൃത്തിയാക്കുവാണ്. അപ്പം ശ്രേയക്കുട്ടൻ്റെ അച്ഛനും അമ്മമ്മയൊക്കെ രാവിലെ ജോലിക്ക് പോയി. ഇപ്പം 9 മണിയായിട്ടുണ്ട്. അപ്പം ഇനി ശ്രേയക്കുട്ടൻ ഇന്ന് അംഗൻവാടി പോകണം. ശ്രേയക്കുട്ടൻ അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അംഗൻവാടി പോകണ്ട, ഇന്ന് അവധിയാണ് ശ്രേയക്കുട്ടന് കേട്ടോ. അപ്പം ഇനി 10 മണിയാകുമ്പം ശ്രേയക്കുട്ടന് അംഗൻവാടി പോകണം. അപ്പം അതിന് വേണ്ടി റെഡി ആവണം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാമേ. ഹായ്, അപ്പം ഞങ്ങൾ രാവിലത്തെ കരച്ചിലും പിഴിച്ചിലും എല്ലാം കഴിഞ്ഞ് അംഗൻവാടി പോകാൻ റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ അംഗൻവാടി പോയിട്ട് വരാം. ബൈ പറയൂ. ബൈ. അവിടെ നോക്ക്. ശ്രേയക്കുട്ടനെ അംഗൻവാടി വിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴേട്ടോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ പൂ ഞാൻ കണ്ടത്. ഇത് ശ്രേയക്കുട്ടൻ കാണാതെ പാത്ത് വെച്ചേക്കുവാണേ, ഓലയൊക്കെ ഇട്ട്. ശ്രേയക്കുട്ടൻ കണ്ട അപ്പം തന്നെ വെച്ചിക്കളയും. അപ്പം ഞാൻ ശ്രേയക്കുട്ടനെ അംഗൻവാടിയിലൊക്കെ വിട്ടിട്ട് തിരിച്ചു വന്നു. അപ്പം നമ്മുടെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ. അപ്പം കൊണ്ടുവിട്ടിട്ട് വന്നു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം ഇന്ന് നമുക്ക് രാവിലെ പുട്ടും കടലയാണ്. പുട്ടൊക്കെ കഴിച്ചു. ഞാൻ ഇനിയും പെരക്കകമൊക്കെ തൂക്കാൻ പോവാണേ. നമ്മൾ തൂത്തുവാരി ഇടത്തപ്പം ആരെങ്കിലുമൊക്കെ കയറി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം രാവിലെ തന്നെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിടും കേട്ടോ. അപ്പോൾ തൂത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ നോക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുട്ടൻ കോര എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ ഇതിനി വൃത്തിയാക്കണം. പിന്നെ ഇത് കുറച്ച് ചക്കയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് അച്ഛൻ തന്നു വിട്ടതാണ് ചക്ക. അപ്പം ഞാനും അമ്മയും കൂടി ഇന്നലെ രാത്രി തന്നെ ഇതൊക്കെ വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചക്ക വേവിക്കണം, മീൻകറി വെക്കണം. അതാണ് എൻ്റെ അടുത്ത ജോലി കേട്ടോ. അപ്പം നമ്മുടെ ചക്കയൊക്കെ നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചക്ക കുഴിച്ചതും മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ണുവാണേ. അപ്പം ഇത് ചീരത്തോരനാണ്. ചീരയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. അപ്പം ചീരത്തോരനും മീൻകറിയും ചക്ക വേവിച്ചതും ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ണുവാണേ. അപ്പം ശ്രേയക്കുട്ടൻ അംഗൻവാടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രേയക്കുട്ടൻ ഇപ്പം പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉച്ച വരെ ഉള്ളൂ. ഉച്ചയാകുമ്പോൾ ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ശ്രേയക്കുട്ടൻ അംഗൻവാടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞിട്ട് ഞാൻ തണ്ണിമത്തൻ കൊടുക്കുവാണേ. ശ്രേയക്കുട്ടന് ഇഷ്ടമാണ് തണ്ണിമത്തൻ. അപ്പോൾ തണ്ണിമത്തനൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുവാണ് ശ്രേയക്കുട്ടൻ. നല്ലതാണോ? ശ്രേയക്കുട്ടൻ അംഗൻവാടിയിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുക കേട്ടോ. അപ്പോൾ അംഗൻവാടിയിൽ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ട് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങുവാണ് ശ്രേയക്കുട്ടൻ. ശ്രേയക്കുട്ടൻ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ശ്രേയക്കുട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഹായ് പറയൂ. ഹായ്, അസ്വയാണേ. അപ്പം രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണേ. എന്തോ ഓക്കേ, രണ്ടുപേരും കൂടെ പുട്ട് കഴിക്കുക കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ശ്രേയക്കുട്ടനും അസ്വയും കുറച്ച് നേരം മുറ്റത്തിരുന്ന് കളിക്കുവാണേ. കളിയൊക്കെ കഴിഞ്ഞു. ശ്രേയക്കുട്ടനും അമ്മയും മേലൊക്കെ കഴുകി സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് അമ്പൂറ്റി പ്രാർത്ഥിക്കുവാണേ. തൊട്ട് നെറ്റിക്കൊക്കെ അമ്പൂറ്റിയൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രേയക്കുട്ടൻ്റെ അച്ഛൻ വന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ ഇന്ന് പൊറോട്ടയും കറിയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നേ. അപ്പോൾ ശ്രേയക്കുട്ടൻ പൊറോട്ടയും കറിയും ഒക്കെ കഴിക്കുവാണേ. ആ ആ ഈ ഈ ഉ ഊ റ്. അപ്പം ഇനി കുറച്ച് നേരം ഞങ്ങൾക്ക് സ്റ്റഡി ടൈമാണ്. ഇച്ചിരി നേരമൊക്കെ ശ്രേയക്കുട്ടനെ ഇരുത്തി അക്ഷരമൊക്കെ എഴുതിപ്പിക്കുവേ. നീ പഠിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ശ്രേയക്കുട്ടൻ കുറച്ച് നേരമൊക്കെ കൂടെ ഒക്കെ കളിക്കും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്